അയ്യോ, അല്ല മോലാളി എന്താ ഇവിടെ? നിന്നിന്ന് മാർക്കറ്റിലേക്ക് കണ്ടില്ല. കേറി ഇരിക്കും മോലാളി. അതിനൊന്നും സമയമില്ല. മണിമലയിൽ ഒരു സുന്ദരി പെടക്കോഴി ഇറങ്ങിയത് നീ അറിഞ്ഞാണ്? എന്താ അവളൊരു ചന്തം. എനിക്ക് വേനടി അവളെ കൊല്ലാനല്ലേട്ടാ, അവളെ അട വെച്ച് മുട്ട വിരിയിക്കാനാ. നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? മുതലാളി ഒന്ന് മൂളിയാ മതി. എനിക്കൊരു പാര ഈ നാട്ടിലുള്ള കാര്യം നിനക്കറിയാലോ. ആ പത്രക്കാരൻ നാറി കണ്ണൻ, അവൻ ആ പെണ്ണിനെ വളയ്ക്കുന്നതിന് മുമ്പ് അവനൊരു പെരും കള്ളന്റെ മകനാണെന്നും ഈ നാട്ടിലെ ഒറ്റ പെണ്ണുങ്ങൾക്ക് പോലും അവനെ താല്പര്യമില്ലെന്നും അവൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ ഏറ്റു. അയ്യോ, എന്തായാലും വന്നതല്ലേ, ഈ പാവപ്പെട്ടുള്ള വീട്ടിലൊന്ന് കയറാതെ മുതലാളി ഇരിക്കേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ പോയിട്ട് ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? ആര് പറഞ്ഞു മുതലാളി ഒറ്റയ്ക്കാണെന്ന്? എന്റെ മോളില്ലേ മഞ്ജുള, മോളെ ദേ നിന്റെ ഗിരിമോലാളി വന്നിരിക്കുന്നു. ചായ കൊടുത്താ വിടാവൂ. ശരി അമ്മേ. തൂത്തുവാരി, ചൂല് വെച്ചു, മെത്ത വിരിച്ചു, തലോണ വെച്ചു, അച്ഛൻ കിടന്നു, അമ്മയിരുന്നു. വാ മക്കളെ, വാ മക്കളെ, വാ. ഇനി ഗൗരിമോളെന്ന് പറഞ്ഞേ. ശരി. മുറ്റം തൂത്തു. അയ്യോ, മുറ്റമല്ലല്ലോ. തൂത്തുവാരി, മെത്ത വിരിച്ചു. അയ്യോ, വീണ്ടും തെറ്റി. എന്നെ മനസ്സിലായോ? ഇല്ല. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ വെച്ച് കണ്ടില്ലേ, സുഗന്ധി ചേച്ചി. ഇത്തിരി ചിട്ടി പരിപാടിയൊക്കെ ഉണ്ടേ, ഡെയിലി ചിട്ടിപ്പിരിവ്. അതിനായിട്ട് ഇറങ്ങിയതാ. ആരാ മോളെ? അയ്യോ, ഞാനിവിടെ അടുത്തുള്ളതാ, സുഗന്ധി. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. മോളെ ഞാൻ ചന്തയെ വെച്ച് കണ്ടിരുന്നു. വാ, കയറിയിരിക്കട്ടോ. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് അയൽക്കാരെയൊക്കെ പരിചയപ്പെട്ടോ? ഇല്ല, പരിചയം വരുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമായി. സുഗന്ധി. പിന്നെ സാറേ, അധികം വളച്ചു കെട്ടാതെ ഞാൻ വന്ന കാര്യം പറയാം. വേറൊന്നുമല്ല, ഇവിടുത്തെ അയൽക്കാരൊന്നും അത്ര ശരിയല്ല, പ്രത്യേകിച്ചും ആ മോളിലത്തെ വീട്ടുകാർ. അവിടെ രായപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു മരപ്പട്ടി മോറായി. ഇപ്പൊ നാളികേരവും വെട്ടും മറ്റുമായിട്ട് നടക്കുന്നെങ്കിലും പണ്ട് മോഷണമായിരുന്നു പണി. മൂത്ത കള്ളനാ. പോലീസ് വീട്ടിൽ നിന്ന് ഒഴിച്ചിട്ടുള്ള നേരം ഉണ്ടായിട്ടില്ല. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. പിന്നെ അയാൾക്കൊരു മോനുണ്ട്. പത്രം ഇടാനെന്നുള്ളൊരു പേരും പറഞ്ഞ് ഈ നാടായ നാട് മുഴുക്കനുള്ള പെമ്പിള്ളേർക്ക് ലവ് ലെറ്റർ എഴുതല്ല അവന്റെ പണി. തനി വായി നോക്കിയാന്നേ, അടുപ്പിക്കാൻ കൊള്ളാത്തവൻ. ഇവിടെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു പെങ്കൊച്ചുള്ളതാ. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. മിണ്ടാപ്പൂച്ച കലോടയ്ക്കുന്ന കാലമാണേ. നാളെ എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ കാണുമ്പോ സുഗന്ധി എന്തേന്ന് നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കരുതല്ലോ. അതുകൊണ്ടാ ഞാൻ ഇപ്പോഴേ വന്ന് പറയാന്ന് വിചാരിച്ചത്. ഞാൻ ഇറങ്ങട്ടെ, പിരിവുള്ളതാ. പോട്ടെ മോളെ. കണ്ണന്റെ കാര്യം പോക്കാം. ഇവർ സംസാരം കേട്ടിട്ട് ആളത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു പരിചയമില്ലാത്ത നമ്മളോട് അപ്പുറത്തെ വീട്ടുകാരെ കുറിച്ച് മാത്രം കുറ്റം പറഞ്ഞത്? അതൊന്നും കാര്യാക്കണ്ട. എല്ലാ നാട്ടിലും കാണും ഇതുപോലെ ഒന്നോ രണ്ടോണം. എന്റെ പുണ്യാളച്ച, എന്നും ഞാൻ ഈ തിരുനടയില് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാറാ പതിവ്. പക്ഷെ ഇന്ന് ഞാൻ ഈ തിരിയെല്ലാം കൂടെ എന്റെ കയ്യിലെടുത്ത് കത്തിച്ചു പിടിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്. ഒന്നും രണ്ടുമല്ല, 13 വാടകക്കാരാ ഈ 2.5 വർഷത്തിനുള്ളിൽ അവിടുന്ന് താമസമതിയാക്കി പോയത്. കൂനുമ്മേ കുരു പോലെ. ഇപ്പൊ വന്ന വാടകക്കാരുടെ കൂട്ടത്തിലുണ്ട് ഒരാള് മോശം പറയാത്ത നല്ല കിളി പോലൊരു പെങ്കൊച്ചും. പെമ്പിള്ളാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ റാഞ്ചു എന്ന് പറഞ്ഞ് കഴുകനെ പോലെ അയൽവക്കത്ത അലവലാതി കണ്ണനും. ഈ വന്ന വാടകക്കാരെങ്കിലും ഒരു 2 വർഷത്തേക്ക് അവന്റെ ശല്യമില്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ അങ്ങ് ഒന്ന് അനുഗ്രഹിക്കണം. എന്നെ ഉപേക്ഷിക്കല്ലേ. അവരുടെ കിട്ടുന്ന വാടകയായ 1500 രൂപയുടെ ദശാംശം കൃത്യമായി ഞാൻ എല്ലാ മാസവും ഈ കുരിശടി കൊണ്ട് നേർച്ചിട്ടോളാം. കൂടെ നിൽക്കണേ. ദശാംശം ഇപ്പൊ പുണ്യാളത്തിൽ ഓർക്കുന്നുണ്ടാവും. 1500 രൂപയുടെ ദശാംശം 150 അല്ലേ? ഇവനെന്താണ് 100 രൂപ കൊണ്ട് തരുന്നത്? അതെ, ഇതിന് അഡ്വാൻസ് മാത്രമേ അവരുടെ ഇത് കിട്ടിയിട്ടുള്ളൂ. വാടക തരുമ്പോൾ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം.
വേണ്ട മോളെ, കഴിഞ്ഞതൊന്നും വീണ്ടും ഓർമ്മിക്കണ്ട. പലതും മറക്കാൻ വേണ്ടിട്ടല്ലേ മോളെ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നത്. നമ്മൾ ആരാണെന്നോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ ഒന്നും ഈ നാട്ടിലുള്ള ആരും ഇപ്പം അറിയണ്ട. മോളെ, നിന്റെ മുഖത്തുള്ള ഈ സങ്കടം കണ്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതുകൊണ്ട് മോളെ എപ്പോഴും സന്തോഷവതിയായിരിക്കണം. മോള് വാ, വന്ന് ആഹാരം കഴിച്ചു. ഭഗവാനെ, ഇനിയും ഞങ്ങളെ പരീക്ഷിക്കല്ലേ. പിറകി കയറ്റേണ്ട ലോഡൊക്കെ എടുത്ത് മുന്നിൽ കയറ്റിയുള്ള കുഴപ്പമില്ല. ഞാൻ ഈ വണ്ടി കേറിയപ്പോ മുതൽ കാണുന്നതാ നിന്റെ ഈ കുറുക്കണ്ണ വെച്ചുള്ള നോട്ടം. എന്താടാ? അല്ല, ചേട്ടനെ മണിമലയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നോക്കിയതാ. അത്തിക്കണ്ടം ബഷീർ എന്ന് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി, ആരെങ്കിലും ഒക്കെ നിനക്ക് പറഞ്ഞു തരും. കേട്ടടാ? നിങ്ങൾ പത്രോടാൻ പോകുന്നവരല്ലേ? ഇവിടെ അടുത്തിടെ വാടകയ്ക്ക് വന്ന മിലിറ്ററിക്കാരന്റെ കുടുംബം താമസിക്കുന്ന വീട് ഏതാണെന്ന് അറിയാം? അത് അവന്റെ വീടിന്റെ അടുത്ത് അവൻ കാണിച്ചു തരും. കണ്ണാ, എന്റെ വീടിന്റെ അടുത്ത് വന്ന വാടകക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഈ പത്രമൊക്കെ ഇടാനുണ്ട്. എന്റെ പുറകിലിരുന്ന് ഞാൻ പറയുന്ന പത്രം ഞാൻ പറയുന്ന വീട്ടിലിട്ടാ മതി. ഓ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നവാ. ഒരു പത്രം ബാക്കിയുണ്ട്. ആ, അതിന്റെ വീട്ടിലേക്കുള്ള ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ചേട്ടൻ അവരുടെ ആരാന്ന് പറഞ്ഞേ? അതിനാരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞില്ല. എന്നാലും ഞാൻ അവരുടെ ആരുമല്ല. അവര് നാട്ടിൽ പുതിയതായോണ്ട് ചോദിച്ചാ. അവർ ഈ നാട്ടിൽ പുതിയതാണെന്ന് ആരാ പറഞ്ഞേ? എന്റെ അറിവില് അവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മകൻ വിദ്യാധരൻ മാഷ് ഇവിടെ മണിമല സ്കൂളിലെ പാട്ട് ടീച്ചറായിരുന്നു. വിദ്യാധരൻ മാഷിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ, ആ വിദ്യാധരൻ മാഷിന്റെ അച്ഛനും അമ്മയും മകളുമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ പറയണത് ശരിയാണ്? ഞാൻ എന്തിനു നുണ പറയണം? അപ്പൊ അത് തുളസി ആയിരിക്കണമല്ലോ. അതെന്നെ അറിയിക്കാൻ വേണ്ടി ദൈവം അയച്ചതായിരിക്കും ഇയാളെ. എന്റെ പൊന്ന് ചേട്ടാ, നീ എന്തിനാണ് എന്നെ കെട്ടിപ്പിടിച്ചേ? അതൊക്കെ ഒരു സസ്പെൻസാ. ഇപ്പൊ എല്ലാ സസ്പെൻസും തീർന്നേനെ. എടാ, അരയിൽ പന്നിപ്പടക്കം കെട്ടിക്കൊണ്ടാ ഞാൻ നടക്കുന്നേ. നീ കെട്ടിപ്പിടിച്ചപ്പോ അതങ്ങനെ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എന്റെ നിന്റെ കഥ കഴിഞ്ഞേനെ. അവന്റെ ഒരു സസ്പെൻസ്. വീടെത്തിയോടാ? ആ കാണുന്ന. എന്നാലും അത് തുളസിയാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. ആളാകെ മെലിഞ്ഞു. പണ്ടൊരു ഉണ്ടപ്പക്രുവായിരുന്നു. പഴയ സ്നേഹമൊക്കെ തുളസിക്ക് ഇപ്പോഴും കാണുമോ എന്തോ. ഓടിച്ചെന്ന് പറഞ്ഞാലോ ഞാൻ ആ പഴയ കണ്ണനാണെന്ന്. എന്നെ ഓർമ്മയുണ്ടാവൂ? അങ്ങനെ മറക്കോ? ഞാൻ ദൈവത്തെ കണ്ട്. ഇനി നീ പറഞ്ഞ മിഠായി നല്ല മേങ്ക മുട്ടായാണ്. മിഠായിക്ക് പകരം കല്ല്. വേണ്ട, വന്നേ. എന്തീ കാണിക്കുന്നേ? കണ്ടിട്ട് ഇനി വഴക്കിനൊന്നും പോവണ്ട. തുളസി ഇനി എന്നോട് മിണ്ടില്ലെന്നാ ഞാൻ കരുതിയേ. ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നേ? എന്റെ അച്ഛൻ തുളസിയുടെ മാല പൊട്ടിച്ചില്ലേ? അത് അച്ഛനല്ലേ, കണ്ണേട്ടനല്ലല്ലോ. അതിന് കണ്ണേട്ടന്റെ അച്ഛന് പോലീസുകാരുടെ നല്ല തല്ലും കിട്ടിയില്ലേ? തുളസി, ഇത് ഞാൻ കണ്ണേട്ടന് തന്നതല്ലേ. ഇനി ഇതെന്റെ കയ്യിലിരുന്ന ചിലപ്പോ ഞാനും കള്ളനാവും. തുളസി തന്നതാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഇത് സ്വർണ്ണല്ലേ. എന്റെ അച്ഛൻ കള്ളനായോണ്ട് ഇതും കട്ടതാന്നേ പറയൂ. വാങ്ങു തുളസി. കണ്ണേട്ടാ, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോവാ. അതെന്താ? എന്റെ അച്ഛൻ മാല പൊട്ടിച്ചോണ്ടാണോ? അതൊന്നും എനിക്കറിയില്ല. അച്ഛനാ പറഞ്ഞേ ഇന്നും കൂടി ഈ സ്കൂളിലുള്ളൂന്ന്. ഇനി എന്നാ നമ്മൾ കാണുക? ദൈവത്തെ കണ്ടാത്ത വരാൻ എന്റെ കയ്യിൽ മിഠായി ഒന്നുമില്ല കേട്ടോ. മിഠായിക്ക് വേണ്ടി ഒന്നും അല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ കണ്ണേട്ടന്റെ നെറ്റിയിലെ പോലെ എന്റെ നെറ്റിയിലും ആ പാട് വേണം.
നിന്ന് ഗോപി വരയ്ക്കുന്നേ? ചുമ്മാ എനക്ക് ചുമ്മാ. ഇപ്പൊ ഗോപി ആയത് ഞങ്ങളാ. എടാ, എന്റെ വീട്ടിൽ എന്റെ പാർട്ടിക്കാരുടെ പത്രത്തിന് പകരം മറ്റോമാരുടെ പത്രം ആരാടാ പറഞ്ഞേ? നീ ഇയാടെ വീട്ടിൽ മാത്രമല്ല എന്റെ വീട്ടിൽ മാറി കേട്ടേക്കുന്നത്. അങ്ങനെ വരാൻ വഴി പിന്നെ അങ്ങനെ പറയരുത്. നീ എന്റെ വീട്ടിലെ പത്രം മാറ്റി കേട്ടിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിച്ചാ നിന്റെ പത്രം ഇടല് ഞങ്ങൾ നിർത്തും. ഇട്ട പത്രത്തില് പൈസയും തരില്ലടാ. നിങ്ങൾ വാ. ആശി പിടിക്കാൻ വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. അങ്ങനെ വരാൻ സാധ്യതയില്ല. അവനെന്ത് ഉത്തരവാദിത്വം? അവനെ ജയിലടിക്കാനല്ലേ നേരം. അത് ശരിയാ. അവന്മാര് ചിത്ത വിളിച്ചവനെ തുളസി കേട്ട് കാണും. അല്ല ചേട്ടൻ തിരിച്ചു പോയില്ലേ? ഏയ്, മാഷിന്റെ അച്ഛനും മകളും എൻ്റെ കൂടെ വരുന്നുണ്ട്. അവര് റെഡിയാകുന്നതേ ഉള്ളൂ. അല്ല, അവരെന്തിനാ ബഹളം വെച്ചിട്ട് പോയത്? അതിന്ന് പത്രം ഇട്ടത് മാറിപ്പോയി. ഇടതിന്റെ പത്രം വലതിനും വലതിന്റെ പത്രം ഇടതിനും ഇട്ടു. അതിന്റെ കലിപ്പ. അതിനെന്താ, എല്ലാ പത്രത്തിലും ഒരേ വാർത്ത തന്നെയല്ലേ വരുന്നത്? ശരിയാ. എന്നാലും ഇതെങ്ങനെ മാറിപ്പോയി? ഓരോ വീട്ടിലിടേണ്ട പത്രത്തിന്റെ പേര് ഞാൻ ചേട്ടനോട് കറക്റ്റ് പറഞ്ഞല്ലേ? അതനുസരിച്ച് തന്നെയല്ലേ ചേട്ടൻ പത്രം ഇട്ട്? എടാ മോനെ, എനിക്ക് മലയാളം വായിക്കാൻ അറിയാൻ വയ്യാത്തോണ്ട് പറ്റിയതാ. മഴ ചാറുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴും ഈ നാട്ടിലുണ്ടാ. ബെസ്റ്റ് ബഷീർ. ബഷീറേ, വാ. ശരിക്കും നീ പറഞ്ഞത് നേരാണോടാ? നേരാ മുതലാളി. നമ്മുടെ കോഴി വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടാ അയാൾ പോയത്. അത്തിക്കണ്ടം ബഷീർ. അയാൾ ഈ മണിമലയിൽ വന്ന് ഇറങ്ങിയെങ്കിൽ ഇവിടെ ഒന്ന് പൊട്ടും. അത് വെറും പൊട്ടലല്ല, ഉരുൾ പൊട്ടലായിരിക്കും.